അച്ഛനെ കൊല്ലാനുള്ള രീതിയില്ല. എൻ്റെ അപ്പൻ മാത്രം പറഞ്ഞു നടക്കുന്ന ആളാണ്. എന്നിട്ട് പോലീസുകാരൊക്കെ ആണെങ്കിൽ ഒരു മര്യാദ ഇല്ല തന്നെയാണ് ഞങ്ങൾ ഈ രാത്രി ഇറക്കി വിട്ടത്. പറ്റിയ നാട്ടുകാരുടെ പറച്ചിൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത്. ഒരു പച്ചയ്ക്ക് അടിച്ച് കീറുക ഞങ്ങളെ. പക്ഷെ ആ പാവത്തിന്റെ ആയുസ് ഇത്രേ ഉള്ളായിരിക്കും. ഒരു നിമിഷം കൊണ്ടാണ് ഒരു കുടുംബം തന്നെ തകർന്ന് തരിപ്പണമായത്. ആ രാത്രിയോടെ ഇവരുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു. ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ഷാനുവും ഭാര്യ ആൻമേരിയും കോയമ്പത്തൂരിൽ നിന്നും നാട്ടിലേക്ക് വണ്ടി കയറിയത്. മലേഷ്യയിലേക്കുള്ള ജോലിക്ക് ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അതിനു മുൻപ് ഒന്ന് ആഘോഷിക്കണം. ഷാനുവിൻ്റെയും ആൻമേരിയുടെയും 2ാം വിവാഹ വാർഷികം തന്നെ ഒന്ന് ആഘോഷിക്കുമെന്ന് തീരുമാനിച്ചു. ആഘോഷങ്ങൾ രാത്രി വരെ നീണ്ടു. ആഘോഷങ്ങൾ കഴിഞ്ഞതിന് പിന്നാലെ ആ വാർത്ത കേട്ട് വെള്ളറട ഗ്രാമം ഞെട്ടി. ഷാനുവിൻ്റെ പിതാവ് തോമസ് കൊല്ലപ്പെട്ടു. അതും ഷാനുവിൻ്റെ കൈകൊണ്ട് എന്നുകൂടി അറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുമോ? ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ഷാനുവിൻ്റെ ജീവിതം എങ്ങനെയാണ് തകർന്നടിഞ്ഞത്? പുറത്തു വന്ന വാർത്തകളൊക്കെ മകനെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു. അത് അവൻ അതൊന്നും ചെയ്തില്ല. അവൻ്റെ അപ്പനെ അവൻ തൊട്ടിട്ടില്ല. ദേഹത്ത് അപ്പൻ അങ്ങോട്ട് മാറുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി ചവിട്ടി ഇങ്ങോട്ടല്ല അങ്ങോട്ടായി പോയി. അതാ പുള്ളി അങ്ങോട്ട് മറിഞ്ഞു വീണത്. അവിടെ അടിക്കുന്നത് കല്ലില്ല, കട്ടടയില്ല, ഒന്നും കുപ്പിച്ചിട്ടില്ല, ഒന്നുമില്ല. വീണ മനുഷ്യൻ എണ്ണിച്ചിരുന്നു. ഈ കുഞ്ഞ് പുള്ളിക്ക് ജന്നിയുള്ളതാ. ജന്നി അടിക്കുന്നുണ്ട്. ഇപ്പോൾ പോയി താക്കോലെടുത്ത് കൈ കൊണ്ട് കൊടുത്തു. അപ്പം ജന്നി ഒരിക്കലും അല്ല, തറയിലാണ് അടിച്ചിരിക്കുന്നത്. തറയിലടിച്ച് എന്താണോ അപ്പൊ അമ്മ എന്താണോ പിടിക്കുന്ന കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ എന്താടാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ മാറിക്കും അപ്പ എന്ന് പറഞ്ഞു. ഒന്ന് ചെറുതായിട്ട് ഇതാക്കി. കണ്ണ് കാണാത്ത ആളായതുകൊണ്ട് പുറയിൽ എന്തോ സ്ഥലമുണ്ടോ എന്തോ ഒന്നും അറിയാത്തതുകൊണ്ട് ആള് വീണു. ഞാനും ചേച്ചിയോടാണ് പോയി പിടിച്ചെഴുന്നേപ്പിക്കുന്നതും. അപ്പൊ നമ്മൾ CPR കൊടുക്കുന്നു. അപ്പൊ ഫിക്സ് വന്നാന്ന് ഓർത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഞാൻ പോയി താക്കോൽ എടുത്തോണ്ട് വന്നു ചെയ്തു. അല്ലാതെ എനിക്ക് അവിടെ ലാബ് ടെക്നീഷ്യൻ, ഹസ്ബൻഡ് ആയുർവേദ തെറാപ്പിസ്റ്റ്. അവിടെ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ സന്തോഷത്തോടെയാണ്. മലേഷ്യ പോകാനുള്ള ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവിടാനും ആള് മലേഷ്യക്ക് പോകാൻ വേണ്ടിയായിരുന്നു നിന്നത്. ഇത് തെറാപ്പിസ്റ്റ് തന്നെ. അതിന്റെ ഈ വിസയും കാരണം ആൾക്ക് മലേഷ്യ പോകണം. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിർത്തത്തില്ല. പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ട് അമ്മയുടെ കൂടെ നിർത്താൻ വേണ്ടി കൊണ്ടുവന്നു. എന്റെ വെഡിങ് ആനിവേഴ്സറി, ഞങ്ങളുടെ 2 വർഷത്തെ വെഡിങ് ആനിവേഴ്സറി. ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരുമിച്ചില്ലാത്തതുകൊണ്ട് എല്ലാവരും വിളിച്ച് കുറച്ച് കഴിക്കാനും എല്ലാം കേക്ക് മുറിക്കാനും കട്ട് ചെയ്യാനും എന്ത് ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന്. ഒരു സന്ധ്യ വരെ ഞങ്ങളെല്ലാം സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും എല്ലാം നിന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടക്കാനുള്ള സമയത്ത് നിന്നപ്പോഴത്തേക്ക് എന്തോ ഒരു കാര്യം, എന്തോ കുഞ്ഞു കരഞ്ഞേനോ എന്തോ ദേഷ്യപ്പെട്ടു, അങ്ങനെ ഉണ്ടായൊരു ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പവും ഇല്ല. സന്തോഷത്തോടെ തന്നെയാണ് ഞങ്ങൾ നിന്നത്. പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കേക്ക് മുറിക്കാനോ ഇതിനൊന്നിനും ഒന്നും ഇല്ലായിരുന്നു. ഒരു കുഴപ്പമില്ല. ഉറങ്ങാനുള്ള പരിപാടിക്കും എല്ലാം നിൽക്കുമായിരുന്നു. അപ്പൊ കുഞ്ഞു കരഞ്ഞപ്പം ആളിച്ചിരി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് മാറിയിരുന്നു. അപ്പൊ അമ്മ അത് തടയാൻ ചെന്നപ്പോ അവര് തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഇടയിൽ അപ്പം അമ്മയെ പിടിക്കുന്ന കണ്ടപ്പോ ഞങ്ങൾക്ക് പേടിയാണ്ട് അങ്കിളിനെ വിളിച്ചുകൊണ്ട് അങ്കിളിനെ വിളിച്ചു. അല്ല അനിയനെ വിളിച്ചു. അവര് വന്ന് അപ്പം അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതും. ഞാൻ സത്യം പറഞ്ഞു ഞാൻ അടുക്കളയിലായിരുന്നു. കാരണം എനിക്ക് സ്വന്തം ആങ്ങളെയാണ് ഇത്രയും പരിക്കേൽപ്പിച്ച് കിടത്തിയേക്കുന്നത്. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ്. ചില മദ്യപിച്ചിട്ടുണ്ടായിരുന്നവൻ. ആ മദ്യം ചെന്ന് അവൻ പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ പിടിച്ചാലൊന്നും നിൽക്കത്തില്ല. അവരിങ്ങനെ വെട്ടിച്ച് ചീറി നിൽക്കും. അന്ന് അതുകൂടെ ഉണ്ടായി. അപ്പൊ അവന് ഞങ്ങൾ അടങ്ങോട്ടിട്ട് പിടിക്കും. ഞാനും പിടിച്ചിട്ടുണ്ട്. ഒന്നിനും ചെയ്യല്ലേ, ഓട്ടെ അങ്ങോട്ട്. കൊച്ചുങ്ങളെ വഴക്കുണ്ടാക്കണം, അവളെ വഴക്കുണ്ടാക്കണം, ഇവളോട് വഴക്കൂടും, അങ്ങനെയുള്ള ഒരു മൈൻഡാണ് അവന് വന്നു നിന്നിരിക്കുന്നത്. പക്ഷെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അവൻ ഇച്ചിരി വയലന്റാണ്. അത് ഇപ്പഴെന്നല്ല, ഇപ്പഴും ഈ ആഘോഷം വെള്ളം ഒഴിച്ച ആരും പറഞ്ഞ കേൾക്കും. ഇപ്പൊ വന്നില്ലേ ഈ അങ്കിളെന്ന് പറഞ്ഞില്ലേ, അവരുടെ വന്ന് വിളിച്ചു. അതുകൊണ്ടാണ് അവരെ വിളിച്ചത്. അപ്പം വന്നാൽ ഇവൻ കുറച്ച് മര്യാദയ്ക്ക് ഇരിക്കുമല്ലോ എന്ന് ഓർത്ത് അവരെ വിളിച്ചു വരുത്തിയത്. അന്ന് വിളിച്ചു വരുത്തി ഇവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഇടയ്ക്കായി ഇവൻ അടുക്കള ഓടിയത്. അടുക്കള ഓടിച്ചെന്നാൽ കത്തി എടുത്തോണ്ട് വന്നേ. ആ കത്തി ഇട്ട് ഇങ്ങനെ വീശി അടുത്ത് വരല്ല. അതെ, മൂർച്ചയില്ലാത്തൊരു പന്ന കത്തിയാ. അതെടുത്തോണ്ട് തട്ടി ഇങ്ങനെ നിൽക്കുന്നു. അടുത്താരും വരല്ലെന്ന് പറഞ്ഞ് ആട്ടിക്കാണ്. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ എൻ്റെ ആങ്ങള ഈ കത്തി ഇങ്ങനെ തട്ടിയ സമയത്താണ് ഇവിടുത്തെ മുറിവ് ആദ്യം മുറിയുന്നത്. ആദ്യം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പൊ കൊച്ചവന്റെ അച്ഛൻ അവിടെ ഇങ്ങനെ വന്നില്ല. അച്ഛൻ ഈ മുറിക്കാത്തായിരുന്നു. ഇവിടെ അവനെ മുറിവായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കസേല
ഇരുത്തി. ഈ കസേരയിൽ ഇരുത്തിയിട്ട് കൊച്ചുമോളല്ലേ പിടിച്ച് എണ്ണിപ്പിച്ച അവർ. അങ്കിള് കസാരയിൽ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ആ ആശുപത്രി കിടക്കുന്ന കസാരയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ അങ്കിളിനെ എണ്ണിക്കണമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിർത്തിയ വഴിക്ക് അവൻ ഈ കസാര എടുത്ത് ആ ഇവിടെ തന്നെ അടിച്ചു, തറയിലടിച്ചു. ആ തറയിൽ എന്നിട്ടാണ് ആ കസേരയുടെ ഒരു കാല് എവിടെയോ വീണ് തറയിലെങ്ങാണ്ട് കിടപ്പുണ്ട്. പിള്ളേരുള്ളതുകൊണ്ട് പിള്ളേരെങ്ങാണ്ട ഡൈനിങ് ടേബിളിന്റെ മേളിൽ കൊണ്ടുവച്ചു. ഇന്നലെ വിളിച്ച പെണ്ണോട് ചോദിച്ചു ഈ കസേരയുടെ കാല് എങ്ങനെ ഇവിടെ വന്നേന്ന്. ഈ മുറി ഇരിക്കുമായിരുന്നു. ഇവിടുന്ന് പുള്ളി ഇങ്ങനെ ഇറങ്ങി വന്നത്. ഇവിടുന്ന് എന്നാ അങ്ങോട്ട് പോയെങ്കിലും വീഴത്തില്ലായിരുന്നു. വീണിരിക്കുമല്ലേ, മോനെ മുറിഞ്ഞ് ഇവിടെ ഇരിക്കുമല്ലേ, ഇവിടെ പറ്റുന്ന എന്താന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ വന്നു നിന്നു. എടാ ഷാനു എന്തുവാടാ ചോദിച്ചോണ്ട് ഇങ്ങനെ മാറ്റി ചെയ്തു. അപ്പുറം അങ്ങോട്ട് മാറുന്നില്ലെന്ന് പറഞ്ഞു. ഇവിടുന്ന് പുള്ളി ഇങ്ങോട്ടായിരുന്നു മാറിയെങ്കിൽ കുഴപ്പമില്ല, ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും മറിഞ്ഞു വീണു. ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ഈ കാല് ഇങ്ങനെ വെച്ച കാല് ഇങ്ങോട്ടായി പോയി. പക്ഷെ പുള്ളിക്ക് ഇങ്ങനെ കിടന്ന ഇങ്ങനെ നീ അവിടെ എങ്ങനെ തട്ടിയൊന്നും അറിയത്തില്ല. ഇവിടെ തട്ടാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ വീണു, എഴുന്നേറ്റ് തല കറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ കിടന്നത്. തല കറങ്ങുന്നു വീഴുന്നു പറയുമ്പോൾ ഞാൻ പിടിച്ചിട്ട് ഇങ്ങനെയാണ് കിടത്തിയത്. അപ്പോഴും ഞാൻ നോക്കി, പിന്നെ ഇതൊക്കെ ചെയ്തു കൊടുത്തപ്പോഴും പിന്നെ ആ സമയത്താണ് ആംബുലൻസും വന്നത്. ആ സമയത്ത് ഇവൻ തന്നെ അപ്പ ഒന്ന് വിളിച്ചിട്ട് കൈകൊണ്ട് കോരി, ഇവൻ തന്നെ കൈകൊണ്ട് കോരിയെടുത്ത് വണ്ടിക്കകത്ത് കയറ്റി അന്നേരം തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അല്ല, അവൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കണ്ടോണ്ടിരിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല. തള്ളുവോ അല്ലെങ്കിൽ അടിക്കുവോ, കസേരടുത്ത് അടിക്കുവോ. അച്ഛന്റെ ദേഹത്തുനിന്ന് ഒരു തുള്ളി ചോര വന്നിട്ടില്ല, ഒരു തുള്ളി ചോര. പിന്നെ അവിടെ കിടന്നത് അങ്കിളിന്റെ ദേഹത്തുനിന്ന് ഈ ആ മുറിഞ്ഞ ചോരയാണ് അവിടെ കിടന്നത്. ഇവിടെ ഇരുത്തിയതാണ്. ഇന്നലെ ഫോറൻസിക് ആൾക്കാർ വന്ന് ചുരണ്ടി പറക്കി എടുത്തോണ്ട് പോയിട്ടുണ്ട്. ബാക്കി ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാലോ ആരുടെ ചോരയാ വന്നേക്കുന്നതെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാദഗതി പോലീസ് കൊണ്ട് എന്താ അംഗീകരിച്ചില്ല? പോലീസ് ചോദിച്ചില്ല. കേസ് എടുത്തേക്കുന്നത്. അതാണ് കേസ് എടുത്തത്. എന്നിട്ട് രാത്രി ഞങ്ങൾ പോലീസ് വന്നു. രാത്രി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, എവിടെയാന്ന് വെച്ചാൽ പൊക്കോളാൻ പറഞ്ഞു. കൊച്ചിനെ കെട്ടിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞു. അത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി, ഞങ്ങൾ കുടുംബത്തോട്ട് പോയി. പിന്നെ പോലീസ് ഒന്ന് കൊച്ചിനെ വഴിയെല്ലാം എടുക്കുമായിരുന്നു. അവർക്ക് കാര്യം ക്ലിയർ ആയിട്ട് അവർ പിന്നെ പോയത്. അപ്പോൾ അവർ ചോദിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇവിടെ ഇല്ല, പിന്നെ എന്തുകൊണ്ട് അവനിങ്ങനെ വയലൻ്റായി, എന്താണ് നിങ്ങൾ എന്താ കെട്ടിടാത്തെ? കെട്ടാൻ ഒന്ന് പിടിച്ചാൽ നിൽക്കണ്ടേ? ഞങ്ങൾ ഈ 3-4 പെണ്ണുങ്ങളും ഈ ഗർഭിണിയായതിനെ കൊണ്ട് ഇടയ്ക്ക് ജീവിതം തന്നെ മാറി മറിഞ്ഞില്ലേ? കൊച്ചിന്റെ ജീവിതം പോയി. 3 മാസം ഗർഭിണിയാണ്. 4 മാസം. ഇപ്പൊ 4 തുടങ്ങി. എല്ലാവരുടെയും ജീവിതം പോയി. പേരുദോഷം കേട്ടു, നാറാനുള്ളത് നാറുകയും ചെയ്തു. ഇത്ര സംഭവം ഉണ്ടായുള്ളൂ. അല്ലാതെ ഈ പറയുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടായില്ല. സത്യം അതിന്റെ ഒരു ഈച്ച കുഞ്ഞു പോലും രാത്രി ഇവിടെ വന്നിട്ടില്ല. ഈ ഫോട്ടോ ആര് കൊടുത്തെന്നോ ഇങ്ങനത്തെ കള്ളപ്രചരണം ആര് പ്രചരിപ്പിച്ചതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പുറത്തെ ആ കൊച്ചു പറയാം, ചേച്ചി ഞങ്ങൾ ഇതിൽ പോകാൻ കാണുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെ കളിച്ചു. ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്തായാലും ഇവര് സന്തോഷിക്കാൻ വേണ്ടി വന്നത്. ആങ്ങളാക്കി മലേഷ്യ പോക്ക് എല്ലാം മുടങ്ങി അല്ലേ? പോലീസുകാർ തിരിച്ചും മറിച്ചും എന്നോട് ചോദിച്ചു, തള്ളിയിട്ടതല്ല, കസാരയ്ക്ക് വെച്ച് തലയ്ക്ക് അടിച്ചതാണ്, തലയുടെ പുറയിൽ മുഴയുണ്ടല്ലോ, ചെവിയുടെ സൈഡിൽ മുഴയുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഞാൻ കണ്ടോണ്ടിരുന്നതാണ്. കസാരയോ ആരും കൈ കൊണ്ടോ ഒരു ആയുധം കൊണ്ടോ അച്ഛൻ്റെ ദേഹത്ത് പിന്നെ തൊട്ടിട്ടും ഇല്ല, വെട്ടിയിട്ടും ഇല്ല. ഒരു മുറിപ്പാട് പോലും അച്ഛൻ്റെ ദേഹത്തൊന്നും വന്നിട്ടില്ല. ഞാൻ തന്നെ ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുമായിരുന്നു. മാറുന്നില്ലെന്നും പറഞ്ഞ് ജസ്റ്റ് ഒന്ന് തള്ളി. പുള്ളിക്ക് ആരോഗ്യവും ഇല്ല, കണ്ണും കാഴ്ചയില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് വീണു. നമ്മളൊക്കെയാണ് ഈ കയ്യോ കാലോ എന്തെങ്കിലും കുത്തി എങ്ങനെയെങ്കിലും നിൽക്കും. പക്ഷെ പുള്ളിക്ക് നിൽക്കാനുള്ളയോ തടയാനോ വീഴാനോ ഉള്ള ഒരു ഇതില്ല. പണ്ടേ പേടിയുണ്ട്. ചെറിയ മുറിവോ എന്തെങ്കിലും ഒരു മഴയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ആണ്. അപ്പോൾ വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാം. പുള്ളി എഴുന്നേറ്റ് നിന്നപ്പോഴത്തേക്കും തല കറങ്ങുന്നെന്നും പറഞ്ഞാൽ അപ്പോഴത്തേക്കും ഞാൻ പോയി പിടിച്ച് അങ്ങ് ഇരുത്തിയിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അങ്ങ് കിടക്കുന്നു. ഞാൻ എന്നിട്ട് പെട്ടെന്ന് CPR കൊടുത്ത് ശ്വാസവും കൊടുത്തിട്ട് ഒരു ശ്വാസം ഇങ്ങനെ വന്ന് പോയി. അപ്പോൾ അപ്പോഴും എനിക്ക് പെട്ടെന്നുള്ളത് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ കൊടുത്തു ശ്വാസവും കൊടുത്തിട്ട് വീണ്ടും ഈ ശ്വാസം ഇങ്ങനെ പോയി. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ കൈ പിടിച്ച് നോക്കിയപ്പോഴത്തേക്കും ചെറിയ ഒരു നേരിയ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഇത് എനിക്കില്ല. അപ്പോഴത്തേക്കും ആംബുലൻസ് വന്നു. ഇവൻ തന്നെയാണ് അപ്പാന്നും പറഞ്ഞ് ഓടി വന്ന് കൈ കൊണ്ട് കോരി എടുത്ത് ആംബുലൻസ് കയറ്റിയത് ഇവൻ തന്നെയാണ്. അന്നേരം ആംബുലൻസ് പെട്ടെന്ന് പോവുകയും ചെയ്തത്. പിന്നെയാണ് അറിയുന്നത് അച്ഛൻ മരിച്ചു. തലക്കടിച്ചു, കസാര വെച്ച് തലക്കടിച്ചു. സന്തോഷിക്കാൻ വേണ്ടി വന്നത് അവസാനം ഈ ദുരന്തത്തിലൊക്കെ അവസാനിച്ചല്ലേ? മലേഷ്യ പോക്കും പോയി. എല്ലാം ഇപ്പം 4 ദിവസം ഗർഭിണിയാണ് അല്ലേ? ഇത് ആള് കുടിക്കുന്നതാണ്, പക്ഷെ ഇത്രയും വയലന്റ് ആവുമോ ഒന്നും ചെയ്യത്തില്ല. ഇതിപ്പോ അങ്കിളുമാർ വന്നാലും എടാ നിർത്തടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തും, അത്രേ ഉള്ളൂ ആള്. പക്ഷെ നമ്മള് ഇത് ഓർക്കുന്നില്ല. പക്ഷെ നാട്ടുകാരും ഈ മീഡിയക്കാരും എന്തെല്ലാം പറഞ്ഞു കൂട്ടുന്നത് അത് ഓർക്കുമ്പോഴാണ് ഭയങ്കര സങ്കടം. ഒരിക്കലും അച്ഛനെ കൊല്ലാനുള്ള രീതിയില്ല. എൻ്റെ അപ്പൻ മാത്രം പറഞ്ഞു നടക്കുന്ന ആളാണ്. എന്നിട്ട് പോലീസുകാരൊക്കെ ആണെങ്കിൽ ഒരു മര്യാദ ഇല്ലെന്ന് തന്നെയാണ് ഞങ്ങൾ ഈ രാത്രി ഇറക്കി വിട്ടത്. ഞാനൊരു പ്രഗ്നൻ്റാണ്, 2 പിള്ളേരും അമ്മ.
എങ്ങനെ നടക്കാൻ കുറച്ചു നേരം ഇരുന്നോട്ടേ എന്ന് വരെ ചോദിച്ചിട്ട് അവർ പറയും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ കിട്ടും. പുള്ളി ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഒന്ന് ഇരുന്നോട്ടെ, വണ്ടി വരുന്ന വരെ ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും പറ്റത്തില്ല, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പോലീസ് പറഞ്ഞു. ലേഡീസോ ആരും ഉണ്ടായിരുന്നില്ല. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. എന്നിട്ട് വയ്യാതെ ആ അമ്മയും കൊണ്ട് ഞങ്ങൾ പോയത് ഈ രാത്രിയിൽ ആ ഇരുട്ടത്ത്. ഒന്നും ആരും ഇല്ലായിരുന്നു. കാടാണ് ഈ ചുറ്റുപാട്. ഇങ്ങനെ ഒരു ആംബുലൻസ് വന്നു, പോലീസുകാർ വന്നു നോക്കിയോ ചുറ്റുപാടും ഒരൊറ്റ മനുഷ്യരില്ല. എന്നിട്ട് ഇന്നലെ എല്ലാവരും എന്തെല്ലോ പറഞ്ഞുണ്ടാക്കുന്നത് അവർ കണ്ട പോലെയാണ്. പോലീസുകാർ തന്നെ ടോർച്ചടിച്ച് നോക്കി, ഇവിടെ മൊത്തം കാടാണ്, ആരുമില്ല, വിളിച്ചാൽ നിങ്ങൾ പറയുന്നത് മാത്രമാണ് മൊഴിയെന്ന്. ഇവിടെ അങ്ങ് ആരുമില്ല, അവർ തന്നെ അടിച്ചു നോക്കി, ഇത് മൊത്തം കാട് അപ്പുറം ഇപ്പുറം. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ മകന്റെ അല്ലെങ്കിൽ ഷാനുവിന്റെ കൈ കൊണ്ടല്ല അച്ഛൻ മരിച്ചത്. അല്ല, ഞാനത് ഇവിടെയും പറയും. നിങ്ങളുടെ ഇടതും വലതും കൈ ഇങ്ങനെ പറ്റിപ്പോയി. അച്ഛനും പോയി പറ്റിയ നാട്ടുകാരുടെ പറച്ചിൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത്. ഒരു പച്ചയ്ക്ക് വലിച്ചു കീറിയോ ഞങ്ങളാണ് പറയുന്നത്. പക്ഷെ ആ പാവത്തിന്റെ ആഴ്ച ഇത്രേ ഉള്ളായിരിക്കും, അതെനിക്കറിയത്തില്ല. കൈ തട്ടി കൊച്ചയും കൂടെ മാറുന്നില്ല. അപ്പൊ അപ്പൻ അവിടെ കാര്യം പുള്ളിക്കൊന്നും പറ്റില്ലെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തിയതാ. മാറ്റി നിർത്തിയ കാലത്ത് ഇവിടുന്ന് വീണ ഒരു മനുഷ്യൻ മരിക്കുമോ? ഇത്രയല്ലേ ആഴമുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് വീണു, അതാ ഏതു. ഇത് ഷാനുവിൻ്റെ വീട്ടുകാരുടെ അഭിപ്രായമാണ്. മകൻ അച്ഛനെ ഒന്നും ചെയ്തില്ല എന്ന നിലപാടിലാണ് ഷാനുവിൻ്റെ വീട്ടുകാർ. പക്ഷേ ഷാനു സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തി എന്ന നിലപാടിലാണ് പോലീസ്. വെള്ളറട സിയുടെ വാക്കുകൾ ഇതാ. മാമനെ കുത്തിന് വധശ്രമത്തിൽ കേസുണ്ടല്ലേ? അതെ, അതുകൊണ്ട് ആ കേസ് രണ്ടും കൂടെ, അതായത് സെക്ഷൻ പറയുന്നത് മർഡറിനുള്ള ശ്രമമുണ്ട്, മർഡറും ഉണ്ട്. അവര് വീട്ടുകാർ പറഞ്ഞേക്കുന്ന കാൽവഴുതി അയാൾ തറ വീണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇയാൾ ഈ തലയുടെ കഴുത്തിന്റെ ഭാഗത്ത് വെർട്ടിബ്രയ്ക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അത് അടി കൊണ്ടതിൽ സംഭവിക്കാവുന്നതാണ്, അല്ലാതെ വേറെ ഡാമേജ് ഒന്നുമില്ല. ഇവൻ കസറിന്റെ അടിച്ചെന്നുള്ള സത്യമാണോ സാറേ? അതെ, അടിച്ചു അല്ലേ? അങ്ങനെ ആ ഒരു പരിക്കിലാണ് പുള്ളി മരിക്കുന്നത് അല്ലേ? അതെ അതെ. അതായത് ഈ വെർട്ടിബ്ര ഭാഗത്ത്, കഴുത്തിന്റെ ഭാഗം, തലച്ചോറല്ല, അവിടെ ഷേക്ക് ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മരണകാരണമാകുക എന്നാണ് ഇന്നലെ ഡോക്ടറെ കണ്ടു ചോദിച്ചപ്പോൾ ഫോറൻസിക് ഡോക്ടർ പറഞ്ഞത്.